ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് z ഈക്വൽസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ എക്സ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് മീൻ ആണ്. ഓക്കെ, മീൻ ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ എക്സ് ബാർ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇറ്റ്സ് എ സിമെട്രിക് കർവ് ആൻഡ് ഇറ്റ്സ് എ ബെൽ ഷേപ്ഡ് കർവ് ആണ്. അതേപോലെ എന്താണ്, ഈ കർവ് ഇതിൻ്റെ ബേസിനെ ടച്ച് ചെയ്യില്ല, ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി നോക്കുമ്പോൾ 1 ആണ് അല്ലേ. അതായത് ഇതിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗം 0.5ഉം അതേപോലെ ഈ ഒരു ഭാഗം 0.5 ആണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇവിടെ 0.5ഉം ഇവിടെ 0.5 ആണ്. ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം, ഈ ഒരു ഏരിയ പോസിറ്റീവാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ നോർമൽ കർവ് ഹാസ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ ആണ്. എക്സ് ബാർ മീൻസ് എന്താണ്, മീൻ ആണ് അല്ലേ. mean x bar equal to 20 and the standard deviation is 10. Find the area between x1 equals 15 and x2 equal 14. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x1 15ൻ്റെയും അതേപോലെ 14ൻ്റെയും ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോർമൽ കർവിൻ്റെ മീൻ എത്രയാണ് തന്നത്, 20 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്താണ്, z ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതി വെക്കാം. മീൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 20 അല്ലേ. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നത്, 10 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളത്. ഇനി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ x1ഉം തന്നിട്ടുണ്ട്, x2ഉം തന്നിട്ടുണ്ട്. കാരണം എന്താണ്, നമുക്ക് 15ൻ്റെയും 14ൻ്റെയും ഇടയിലാവുമ്പം ഉള്ള നോർമൽ കർവിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ x1 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് എക്സിന് നമ്മൾ 15 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത് ചെയ്യുക. ദെൻ സെക്കൻഡ് കേസിൽ നമ്മൾ എക്സിന് 40 വെച്ചും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സിന് x1 ഈക്വൽ ടു എത്രയാണ്, 15 വെച്ച് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ നമ്മൾ x2 40 വെച്ചിട്ടും ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ x1 വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ z1 ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സിഗ്മ ഈക്വൽ ടു എങ്ങനെയാണ് വരിക, എക്സ് നമ്മളിവിടെ 15 ആണ് എടുക്കുക. 15 മൈനസ് പിന്നെ എക്സ് ബാർ എത്രയാണ്, 20 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ഈക്വൽസ് എത്രയാണെന്ന് നോക്കാം. ആൻസർ വരുന്നത് -0.5 ആണ് വരിക. ഓക്കെ, -0.5. ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ x2 വെച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ x2, അപ്പോൾ അടുത്ത ഇക്വേഷൻ z2 ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 40 ആണ് എക്സ് ആയിട്ട് വരാം. ഓക്കെ, 40 മൈനസ് ഇനി എത്രയാണ്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു, ആൻസർ എത്രയാണ് വരിക, +2 ആണ് വരുന്നത്. ഇവിടെ മൈനസിനും പ്ലസിനും ഒക്കെ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് എന്താണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് +2 ആണ് വന്നത്, ഇവിടെ -0.5 ആണ് വന്നത്. ഇനിയാണ് നമ്മളിവിടെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നാൽ നമ്മുടെ ഇതിൻ്റെ ടേബിൾ വാല്യൂ, ഇവിടെ z എന്ന് പറയുന്നത് z ആണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ z-ൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് -0.5ൻ്റെയും +2ൻ്റെയും ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള z വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ
ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലായിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു. ഇതാണ് ആ ടേബിൾ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗരിതം ബുക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, ലോഗരിതം ടേബിൾ വാങ്ങാൻ കിട്ടും, അതിലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ടേബിളാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്? -0.5 ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ 0യിലാണ് എപ്പോഴും നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ മൈനസ് നോക്കണ്ട, 0.5ൻ്റെ ടേബിൾ വാല്യൂ ആണ് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളിവിടെ 0.5 എവിടെയാണ് വരുന്നത്? 0.5 ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.1915 ആണ്. അപ്പോൾ അത് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ ഓഫ് -0.5 കണ്ടുപിടിക്കണം. അതേപോലെ ടേബിൾ വാല്യൂ ഓഫ് +2 കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ടേബിൾ ഇതിൽ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ 0.5ൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചു, 0.1915 ആണ്. അത് നമ്മൾ എഴുതുന്നു. എത്രയാണ്? 0.1915. ഇനി അതേപോലെ നമ്മൾ 2ൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നോർമൽ ടേബിൾ എടുക്കുക. അപ്പോൾ ഇവിടെ 2 എവിടെയാണ് വരുന്നത് നോക്കാം. ഇവിടെ 2 വരുന്നത് ഇവിടെയാണ് 2 വരുന്നത് അല്ലേ. അപ്പോൾ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4772 ആണ്. 0.772. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് ടേബിൾ വാല്യൂ ഓഫ് +2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ ഇതാണ് 0.4772 ആണ് വരുന്നത്. അപ്പോൾ ഇതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചെയ്യേണ്ടത്? അടയാളപ്പെടുത്തേണ്ടത്, അതായത് നോട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേവ് വരയ്ക്കുക. ഇതാണല്ലോ നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ പോകുന്നതാണ് എന്ത്? നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഏരിയ എത്രയാണെന്നല്ലേ, ഇത് എന്തിൻ്റെ എത്ര ഇൻ ബിറ്റ്വീൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് 0.5 ആണ്, ഇത് 0.5 ആണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി കടക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നത് ടേബിൾ വാല്യൂ ഓഫ് -0.5 ആണ്. അപ്പോൾ മൈനസ് വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു സൈഡിലോട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്? രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇനി പ്ലസ് വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നത് എത്രയാണ്? 0.1915 ആണ്. അപ്പോൾ 0.1915 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ് നമ്മൾ 0 വരുന്നത്, ഇവിടെ 0.5 ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്കത് ഉണ്ടാവുക. ഓക്കെ, കറക്റ്റ് അത് അളന്ന് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക മൈനസ് എത്രയാണ്? അതായത് എക്സ് വാല്യൂ 15 വരുമ്പോൾ ഉള്ളതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സ് വാല്യൂ 15 വരുമ്പം അപ്പോൾ ഇത് ഏകദേശം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ ഏരിയ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1.1915 ആണ്. ഓക്കെ, ഇനി അടുത്തത് 2 ആണ്. 2 വരുമ്പോൾ +2 ആണ് പറഞ്ഞത്. അപ്പോൾ +2 ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് വാല്യൂ എത്രയായിരുന്നു? 14 ആയിരുന്നു അല്ലേ, 14. അപ്പോൾ 42 വരുമ്പം ഏകദേശം നമ്മുടെ x2ൻ്റെ വാല്യൂ 0.4772 ആണ്. മാക്സിമം 0.5 ആണുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒക്കെ ഏരിയയിലായിട്ടാണ് 2ൻ്റെ വാല്യൂ ആയിട്ടുള്ള 0.4772 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേബിൾ വാല്യൂ മൈനസ് ഫിഗറിലേക്കും പോസിറ്റീവ് ഫിഗറിലേക്കും പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അതായത് രണ്ട് ടേബിൾ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.6687. ഓക്കെ,
ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഒരു സൈഡിൽ മാത്രമാണ് ടേബിൾ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 0.5 നിന്നും എന്ത് ചെയ്യാണ് ചെയ്യുക? മൈനസ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ 0.5 നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. അത് നമുക്ക് വേറൊരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് മൈനസ് ഫിഗറും അതേപോലെ പ്ലസ് ഫിഗറും വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വേരിയബിൾ എക്സ് ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45 ആൻഡ് SD 10. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ വേരിയബിൾ എക്സ് ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45. ഇവിടെ മീൻ 45 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16. ഫസ്റ്റത്തെ കേസ് പറയുന്നത് എക്സ് ആദ്യത്തെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എക്സ് എന്ത് ചെയ്യാണ്? 40ൻ്റെയും 56ൻ്റെയും ഇടയിലാവുന്ന കേസാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ കേസ് ചെയ്യാം. ആദ്യത്തെ കേസ് നമ്മൾ എക്സ് ഒറ്റ വാല്യൂ തന്നിട്ടുള്ളൂ, ഒരു വാല്യൂ മാത്രം എന്താണ്? 60 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് എക്സ് ബാർ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ എക്സ് ബാർ എത്രയാണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എത്ര? 10 ആണ് വരുന്നത്. അപ്പം ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? അപ്പം എഴുതുമ്പം 60 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്ര വരും? ആൻസർ വരുന്നത് 1.5 ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു കേസിൽ ഇനി വേറെ എക്സ് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഒറ്റ ഏരിയയിലേക്ക് മാത്രമേ വരുന്നുള്ളൂ, അതും പ്ലസ് ആണ്. അപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിലായിരിക്കും വരാം. അപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പം ഇനി നമ്മൾ ഇതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടേബിൾ വാല്യൂ നോക്കാം. ടേബിൾ വാല്യൂ ഓഫ് 0.15 ആണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ഇതെടുക്കാം. നമ്മളോട് ചോദിച്ചത് 1.5ൻ്റെ ആണ്. 1.5ൻ്റെ ടേബിൾ വാല്യൂ 0.4332 ആണ് അല്ലേ? 0.4332. ഇനി നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുന്നു. ഇതാണ് മീൻ. നമുക്ക് 60 ആണ് എക്സ് വരുന്നത്, 60 ആണ് അല്ലേ? അപ്പോൾ 60 ഇവിടെ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. 60 മാർക്ക് ചെയ്യും. ദെൻ നമ്മൾ 60 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60ൻ്റെ വാല്യൂ ഇവിടെ 0.5 ആണ് വരാം. അപ്പോൾ 0.4332 ആണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. 0.332 എന്ന് പറയുന്നത് ഇതാണ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കും. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് വന്നത്. ആ സൈഡിൽ മാത്രം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? 0.5 നിന്നും എന്ത് ചെയ്യുക? ഈ ടേബിൾ വാല്യൂ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 0.4332 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അതായിരിക്കും ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു? ഏരിയ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതായിരിക്കും. നേരത്തെ രണ്ട് സൈഡിലും വന്നപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യാണ് ചെയ്യുക. അപ്പം 0.5 എടുക്കാൻ കാരണം ഒരു സൈഡിൽ 0.5 ആണെന്ന് അറിയാലോ. അപ്പോൾ 0.5 മൈനസ് വാല്യൂ എത്രയായിരുന്നു? 0.4332 ആണ് വാല്യൂ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 0.0668. ഓക്കെ, 0.0668 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സൈഡിൽ മാത്രമായിട്ട് എക്സ് വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? 40ൻ്റെയും 55ൻ്റെ ഇടയിൽ എക്സ് വാല്യൂ വരിക. അതായത് x1 40യും x2 56ഉം ആവാം. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്ത്? നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ ചെയ്യാണ് ചെയ്യുക. ആദ്യം നമ്മൾ 40യിൽ ഇട്ട് കാണുക,
ദെൻ നെക്സ്റ്റ് കേസിൽ നമ്മൾ 56 കാണുക, എന്നിട്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടും നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡിലാണെങ്കിൽ മൈനസ് ചെയ്യുക, രണ്ടും എന്തിലാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ടു ദ റൈറ്റ് ഓഫ് Z ഈക്വൽ ടു 0.25. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ റൈറ്റ് സൈഡിൽ, ഇതാണ് കർവ്, റൈറ്റ് ഇങ്ങോട്ടാണ് പറയുന്നത്. ഇതിൻ്റെ Z വാല്യൂ നമുക്ക് കിട്ടിയത് 0.25 ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ആ ഇക്വേഷൻ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ ആണ് 0.25. അപ്പോൾ 0.25ൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ, ഓക്കെ, ടേബിൾ വാല്യൂ ഓഫ് 0.25 ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ 0യിലായിരുന്നു എടുത്തത് അല്ലേ, 0 വെച്ചിട്ടായിരുന്നു എടുത്തത്, കാരണം അവിടെ നമുക്ക് എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0.25ൻ്റെ എന്താണ് വാല്യൂ ആണ്. അപ്പോൾ 0.2 ഇവിടെ ഉണ്ട്. 0.2 അതായത് 0.2 ആണെങ്കിൽ 0.0793 ആണ്. 0.25 ഉണ്ട് അല്ലേ, 0.25 വരുമ്പം ഇവിടെയാണ് 5 വരുന്നത്. ഓക്കെ, അപ്പോൾ 0.2 പ്ലസ് 0.05 ഈക്വൽ ടു എത്രയാണ്, 0.25 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ടേബിൾ വാല്യൂ എടുക്കുമ്പം നമ്മൾ ഏതാണോ അതിൻ്റെ വാല്യൂ നോക്കുക. അപ്പോൾ ഇവിടെ 0.25 എന്ന് പറയുന്നത് എത്രയാണ്, 0.0987 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ എത്രയാണ്, 0.0987 അല്ലേ, 987 ആണ് വരുന്നത്. ഓക്കെ, 0.0987. ഓക്കെ, ഇവിടെ നമ്മളോട് സെഡിൻ്റെ റൈറ്റിലോട്ടുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ റൈറ്റിലോട്ടുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 0.5ൽ നിന്നും മൈനസ് ചെയ്യാണ് വരിക. അപ്പോൾ 0.5ൽ നിന്ന് എന്ത് ചെയ്യുന്നു, 0.0987 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.4013 വരും. അപ്പോൾ ഇവിടാണ് നമ്മൾ സെഡിൻ്റെ വാല്യൂ കൊടുത്തത്. അതായത് 0.25 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ കേസ് നോക്കുകയാണ് നമ്മൾ. ഇവിടുന്ന് സെഡിൻ്റെ വാല്യൂ ഇപ്പം വേറൊരു കേസ് നോക്കുമ്പം വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ടു ദ ലെഫ്റ്റ് ഓഫ് Z ഈസ് ഈക്വൽ ടു 1.96 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കുക. അതായത് സെഡിൻ്റെ വാല്യൂ ലെഫ്റ്റിന്ന്, അതായത് ഇവിടെ സെഡിൻ്റെ വാല്യൂ കൊടുത്താൽ ഇതിൻ്റെ ലെഫ്റ്റിലോട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മളിത് ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂ നോക്കണം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ, അതായത് കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ എത്ര നോക്കുക, ടേബിൾ വാല്യൂ ഓഫ് 1.96ൻ്റെ ടേബിൾ വാല്യൂ നോക്കാം. അപ്പോൾ 1.96ൻ്റെ ടേബിൾ വാല്യൂ ആണ് 1.9 ആണ് അല്ലേ. 1 എവിടെ, 9 വരുന്നത് 1.96 എവിടെ വരുന്നത്, ഇവിടെയാണ് വരുന്നത് അല്ലേ. 0.4750 ആണ് വാല്യൂ, 0.4750. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് വാല്യൂ. അപ്പോൾ സെഡ് ഇവിടെ മാർക്ക് ചെയ്തു, ഇതാണ് സെഡ് എന്ന് പറയുക, 0.4750 ആണ്. അപ്പോൾ ഇവിടെയാണ് സെഡിൻ്റെ വാല്യൂ മാർക്ക് ചെയ്യണത്. എത്രയാണ് നമ്മുടെ വാല്യൂ, 1.96 വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം നമ്മളോട് ഈ ഒരു ഏരിയയിലേക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതായത് ലെഫ്റ്റ്, സെഡ് വാല്യൂവിൻ്റെ ലെഫ്റ്റിലോട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 0.5നോട് കൂടി ആഡ് ചെയ്യുക. അതായത് ടേബിൾ വാല്യൂ 0.5നോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 0.5 പ്ലസ് 0.4750 ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സെഡ് വാല്യൂവിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള, ഇതിവിടെ മൈനസ് ഒന്നും അല്ല വരുന്നത്, ഇവിടെ ഒരു സൈഡിൽ തന്നെ വരുന്നതാണ് പറയണത്. ഓക്കെ,
അപ്പോൾ എന്താണ് ഇത് ഏരിയ ഓഫ് ദ ലെഫ്റ്റ്, ഏരിയ ഓഫ് ദ ലെഫ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, ഏരിയ ഓഫ് ദി ലെഫ്റ്റ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത്ര 0.9750. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.9750 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഒറ്റ ഭാഗത്ത് തന്നെ, അതായത് പോസിറ്റീവിൽ തന്നെ രണ്ട് സൈഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. റൈറ്റ് സൈഡും Z വാല്യൂവിൻ്റെ റൈറ്റ് സൈഡും അതേപോലെ Z വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡും ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ടിലോട്ട് എഴുതിയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.